ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപീഠം പരാതിക്കാരന്റെ വീട്ടിൽ കണ്ടെത്തിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി മന്ത്രി വി.എൻ. വാസവൻ. ഒളിപ്പിച്ച ശേഷം ഇതേ ആളിന്റെ വീട്ടിൽ നിന്നത് കിട്ടുന്നു. ആകെ നാടകം കളിക്കുകയാണ്. ഉണ്ണികൃഷ്ണനെ വിശ്വസിക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം. അതിന് ശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. ബിജിൻ വായാന്തോട് ഇതിന് വിശദാംശങ്ങൾ നൽകും. ബിജിൻ, നേരത്തെ സ്വർണ്ണപ്പാളികളുടെ കനം കുറഞ്ഞ വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ കാണാതായ വിവാദം ആളിക്കത്തുന്നത്. പരാതിക്കാരന്റെ വീട്ടിൽ നിന്ന് അത് കണ്ടുകിട്ടുന്നു. അതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ട് ദുരൂഹതയുണ്ട് എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി തന്നെയാണ്. അപ്പോൾ എത്ര വലിയ ദുരൂഹതയും സംശയവും ഇതിനകത്ത് സർക്കാർ തന്നെ സംശയിക്കുന്നുണ്ട്. ഈ കോടതി നിലപാട് പറയട്ടെ എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ദേവസ്വം ബോർഡും സർക്കാരും ഉത്തരം പറയേണ്ട കാര്യങ്ങളുണ്ടോ? സൈഫുദ്ദീൻ, എന്തായാലും ഈ സ്വർണ്ണപീഠം കാണാതായതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം സർക്കാരിനെതിരെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനെതിരെയും ഉയരുന്നതിനിടയിലാണ് ഈ സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം സ്വർണ്ണപീഠം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. എന്തായാലും ഇതിലുള്ള ഗൂഢാലോചന ആണ് ഇപ്പോൾ മന്ത്രി സംശയിക്കുന്നത്. സർക്കാരിന്റെ ഒരു സംശയം അതാണ് എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ഒളിപ്പിച്ച ശേഷം അത് ഇതേ ആളിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണപീഠം കണ്ടെത്തിയിട്ടുള്ളത്. ആകെ ഒരു നാടകമായി ഇത് മാറിയിട്ടുണ്ടോ എന്ന സംശയമാണ് മന്ത്രി രേഖപ്പെടുത്തുന്നത്. ഉണ്ണികൃഷ്ണനെ വിശ്വസിക്കാനാവില്ലെന്നും ഒപ്പം തന്നെ പൊതുജനങ്ങളെ ഇടയിലാക്കുന്ന ഒരു നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതുമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കോടതിയിലാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോടതി എന്ത് പറയുന്നു എന്നത് നോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാം എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ അവതാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അതായത് സർക്കാരിനെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ അവർ അനധികൃതമായി പലതും നേടുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടല്ലോ എന്ന ചോദ്യത്തിന് അത്തരം ആളുകൾ ഇപ്പോൾ അകറ്റി നിർത്തുന്ന സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. പണ്ടത്തെ പോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് എന്നും മന്ത്രി വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നുമാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങളും ചർച്ചകളുമായ വിഷയത്തിലാണ് ഈ സ്വർണ്ണപീഠം സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഇന്നലെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുക. കോടതിയുടെ നിരീക്ഷണത്തിലും ഒപ്പം തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്. സൈഫു, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പാളികളുടെ കനം കുറയുന്നു, സ്വർണ്ണപീഠം കാണുന്നില്ല, അല്ലെ? ആകെപ്പാടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പുകയുന്നുണ്ട്. സ്വർണ്ണപീഠമൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. പരാതിക്കാരന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ